ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ന്യൂറോ ഡിസീസസിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ കൂടുതലും ഫിലിംസിലൂടെ ആയിരിക്കും ഈ അൽഷിമേഴ്സ് ആയാലും പാർക്കിൻസൺസ് ആയാലും ഒരു കോമൺ ആൾക്കാർക്ക് കൂടുതൽ അറിയാവുന്നത്. അപ്പം അത് ഏതൊക്കെ ഏജ് ഗ്രൂപ്പിലാണ് വരുന്നത് എന്നുള്ളതിന് യൂഷ്വലി ഈ പറയുന്നതെല്ലാം ഒരു 40-45 വയസ്സിന് ശേഷമാണ് വരുന്നത്. പ്രായമായി വരുന്നതനുസരിച്ച് കുറേയൊക്കെ നമ്മൾ മറക്കും. അതിനെ ബിനൈൻ ഫർഗറ്റ്ഫുൾനെസ് ഓഫ് ദ എൽഡർലി എന്നാണ് പറയുന്നത്. അതായത് അത്ര മാരകമല്ലാത്ത മറവി എന്നാണ് പറയുന്നത്. പക്ഷേ അൽസൈമേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഇതിങ്ങനെ അവർക്ക് നമുക്കറിയാം. ആദ്യമേ അവരെ ദിനചര്യ മറക്കുക, അവരുടെ സ്വന്തം കാര്യം നോക്കാൻ മറക്കുക, പഴയ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുക, ഇങ്ങനെയുള്ളത് വരുമ്പോഴാണ് നമ്മൾ അൽസൈമേഴ്സ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രായമാകുമ്പോഴല്ലാതെ തന്നെയും ഈ പാർക്കിൻസൺ രോഗം, കമ്പവാതം എന്ന് പഴയ ആൾക്കാർ പറയുന്ന ഈ വിറയൽ രോഗം ഇപ്പോൾ പുതുതായിട്ടും കാണുന്നുണ്ട്. വിറയലായിട്ട് ആദ്യം തുടങ്ങും, ഇവരുടെ മൂവ്മെൻറ്റ്സ് മോശമാകും, ഇവർ ചെറുതായിട്ട് കൂനും, പഴയതുപോലെ സ്പീഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വയ്യാത്ത ഒരവസ്ഥ വരും. അത് പലപ്പോഴും ചില മരുന്നുകളുടെ, പ്രത്യേകിച്ച് ഈ മാനസിക രോഗത്തിന് കൊടുക്കുന്ന മരുന്ന്, പല മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റായിട്ടത് വരാം. പക്ഷെ ഞങ്ങൾ ഇതിനെല്ലാം ഡീജനറേറ്റീവ്, അതായത് ഓരോ കോശങ്ങളും നേരത്തെ നശിക്കുന്നു എന്നുള്ളത്, അത് ബ്രെയിനിൻ്റെ ചില പ്രത്യേക ഭാഗത്ത് സംഭവിക്കുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് പല രോഗങ്ങൾക്കും നമുക്ക് ചികിത്സ ഇല്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഞങ്ങൾ ആയുർവേദ ചികിത്സ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കും. ഞാൻ പറയും, ചെയ്യണം, ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്നെങ്കിൽ ചെയ്യാം. ഞാൻ ഒരു വൈദ്യശാസ്ത്രത്തിനും എതിരല്ല. എനിക്കറിഞ്ഞൂടാ ഹോമിയോപ്പതിയിൽ എന്താണ്, അത് ഹോമിയോപ്പതി തെറ്റാണ് എന്ന് പറയുന്നില്ല. ഞാൻ അതിനകത്തൊരു സെൻസ് കാണുന്നില്ല. ഒരു സയൻറ്റിഫിക് സെൻസ് അതിന് ചിലപ്പം കുറവായിരിക്കാം. ഇപ്പോൾ നമ്മൾ പുതിയ ടെർമിനോളജി സയൻറ്റിഫിക് ടെമ്പർ എന്നാണ്. അതായത് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനാണ്, ഈ ഞാനെന്ന് പറയുന്നത് നമ്മുടെ ജീവനാണ്. അപ്പോൾ അത് മനസ്സിലാക്കാമെന്നുണ്ടെങ്കിൽ അത് കണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 70 വയസ്സുകാരനൊരാൾ പറയുകയാണ്, ഞാൻ ഇത്രയും നാൾ ജീവിച്ചില്ലേ ഡോക്ടറെ, ഇനി ഇത്തിരി അസുഖമൊക്കെ വരട്ടെ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അദ്ദേഹം എനിക്ക് ഒരു പോസിറ്റീവ് എനർജി തരികയാണ്. നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനിയും ഒരു 30 കൊല്ലം കൂടെ കിടക്കുന്നില്ലേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഡോക്ടർ വിചാരിക്കുന്നുണ്ടോ എനിക്ക് കുറേ നാളുകൂടെ ഉണ്ടെന്ന്, എങ്കിൽ ഞാനൊന്ന് ജീവിച്ചു കളയാം. അപ്പോൾ അതും ഒരു സൈക്കോ തെറാപ്പിയുടെ ഭാഗമാണ്. അതായത് ഒരു മനുഷ്യനിൽ അവൻ്റെ ആവശ്യത സീരിയസ് ആയിട്ടല്ല എന്നും സുഖമായി പോകാമെന്നുള്ളതും അറിയുമ്പോൾ അവന് സ്വാഭാവികമായിട്ടൊരു സന്തോഷം തോന്നത്തില്ലേ? അതാണ് കാണുന്ന പുതിയ അവസ്ഥ.